السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفاعلين برضا الله أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم. ആദരണീയരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, ഉസ്താദുമാർ, റബ്ബ് സുബ്ഹാനഹു വ തആല നാമെ ഒരുമിച്ച് കൂടിയത് ഒരു സ്വാലിഹായ സൽക്രമമായിട്ട് ഒരുമിച്ച് കൂട്ടണം. നാളെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ നാം എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള ഒരു ഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നാമെ ഇവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇത്തരമൊരു സാഹചര്യത്തില് മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് അല്പനേരം ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ കാലഘട്ടം, ഇന്നത്തെ സാഹചര്യം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഓരോ മനുഷ്യരും നിത്യവും ഉറങ്ങി ഉണർന്നത് മുതൽ അടുത്തുറക്കം വരെ, അല്ലെങ്കിൽ ഓരോ രാവിലും രാത്രിയിലുമായിട്ട് നിത്യമായിട്ടും തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്ന, തന്റെ ജീവിതത്തെ തിന്മയിലേക്ക് മാത്രം അടിയുറച്ച് ജീവിക്കുന്നതായ എത്ര മനുഷ്യന്മാരെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ സാഹചര്യത്തിലാണ് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ തീർച്ചയായും ശരീരം തെറ്റുകൊണ്ട് കൽപ്പിക്കുന്നതാണെന്ന് പരിശുദ്ധ ഖുർആനിന്റെ വാചകം പ്രസിദ്ധമാകുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ ജനസമൂഹത്തിന്റെ ഓരോ കടന്നു നീക്കങ്ങളും, ഇന്നത്തെ ജനസമൂഹത്തിന്റെ ഓരോ നീക്കുപോക്കുകളും, അവരുടെ ജീവിത ശൈലികളും ഏത് രീതിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സന്ദർഭത്തിലാണ് അഷ്റഫായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, പുന്നാര ത്വഹ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തൊരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വദക്കിഹാ അൻത ഖൈറു മൻ ദക്കാഹാ അൻത വലിയുഹാ മൗലാഹാ. പ്രിയമുള്ളവരെ, പുന്നാര റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാൻ പറഞ്ഞത് എന്താ? അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ, അല്ലാഹു എന്റെ ശരീരത്തിന് ആവശ്യമായ, എനിക്ക് ആവശ്യമായ തഖ്വ നീ നൽകണേ റബ്ബേ. മാത്രമല്ല എന്റെ ശരീരത്തെ നീ ശുദ്ധീകരിച്ചു തരണമേ റഹ്മാനേ എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ലോക ഉമ്മത്തിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നാം നമ്മുടെ ജീവിതത്തെ നടത്തിക്കൊണ്ടു പോകുമ്പോ, നിത്യവും തെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുമ്പോ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം ഏത് രീതിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു കവി പാടുന്നുണ്ട്, وإذا خلوت بريبة في ظلمة والنفس داعية إلى الطغيان واستحي من نظر الإله وقل لها إن الذي خلق الظلام يراني. കവി പാടുന്നത് എന്താണ്? وإذا خلوت بريبة في ظلمة, ഇരുട്ടിന്റെ ഏകാന്തതയില്, ഇരുട്ടിന്റെ മറവനിലേക്ക് വളം നടക്കുന്ന സമയത്ത് നിന്റെ ശരീരം നിന്നോട് തെറ്റുകൊണ്ട് കൽപ്പിക്കുമേ. വന്നഫ്സു ദാഇയത്തുൻ ഇലത്തൊയാനി, ആ ഏകാന്തതയിൽ നിന്റെ ശരീരം നിന്നോട് തെറ്റുകൊണ്ട് കൽപ്പിക്കുമെന്ന് കവി പാടുകയാണ്. അപ്പോൾ നീ എന്ത് ചെയ്യണമെന്ന് കവിന്റെ തന്റെ അടുത്ത വരികളിലൂടെ പറയുന്നു. ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി. അങ്ങനെ ഇരുട്ടിന്റെ ഏകാന്തത നിന്നോട് തെറ്റിന് വേണ്ടി കൽപ്പിക്കുന്ന സമയത്ത് ആ ഇരുട്ടിനെ പടച്ച റബ്ബ് നിന്നെ കാണുന്നുണ്ടോ? ആ ഇരുട്ടിനെ പടച്ച റബ്ബ് എന്നെ കാണുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ശരീരത്തെ നീ ശുദ്ധീകരിക്കണമെന്ന് കവിതന്റെ വരികളിലൂടെ പറയുമ്പോ, പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകൾ നാം ഒന്ന് ആലോചിച്ച് നോക്കണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, അല്ലയോ ഇബ്രാഹിം അദ്ഹം, ഞാനൊരു തെറ്റ് ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ്, എന്റെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തിട്ട് തെറ്റുകളുടെ കൂമ്പാരമടിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ.
എനിക്കൊന്ന് നന്നാവാൻ ആഗ്രഹമുണ്ട്, എനിക്കൊന്ന് നന്നാവണം, അതിനൊരു ഉപായം പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, ഞാൻ നിനക്ക് 6 കാര്യങ്ങൾ പറഞ്ഞു തരാം, നിനക്ക് 6 കാര്യങ്ങൾ പറഞ്ഞു തരാം. ആ 6 കാര്യങ്ങൾ കേട്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നോ, നിനക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നോ, നീ അത് ചെയ്യുക എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ഒന്നാമത്തെ കാര്യം പറയുകയാണ്, ഇൻ അറത അൻ തഅസിയല്ലാഹ ഫലാ തഖുൽ റിസ്ഖ. അള്ളാഹ്ക്കെതിരെ പ്രവർത്തിക്കാൻ നീ തീരുമാനിക്കുകയാണെങ്കിൽ, പടച്ച റബ്ബിന്റെ ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹ്ക്കെതിരെ പ്രവർത്തിക്കാൻ നീ തീരുമാനിക്കുകയാണെങ്കിൽ, നീ അവന്റെ ഭക്ഷണം കഴിക്കരുത്, മാത്രമല്ല അവന്റെ ഭൂമിയിൽ നീ ജീവിക്കരുത്. അല്ല, ഇനി ഇത് രണ്ടും ചെയ്യാനാണ് നിന്റെ പ്ലാനെങ്കിൽ നീ ഒന്ന് തീരുമാനിച്ചോ, നിന്റെ അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹ് കാണാത്തൊരു സ്ഥലത്ത് പോയിട്ട്, പടച്ച റബ്ബ് നിന്നെ കാണാത്തൊരു സ്ഥലത്ത് പോയിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് പറയുകയാണ്, ഇത് വല്ലാത്ത കഠിനമാണല്ലോ ഇബ്രാഹിം, ഇത് വല്ലാത്ത കഠിനമാണല്ലോ, എന്നെ കൊണ്ട് ഇതിന് കഴിയത്തില്ലല്ലോ ഇബ്രാഹിം അദ്ദേഹം അവിടെ നിന്ന് പറയുകയാണ്. നാം ഓരോരുത്തർ ചിന്തിക്കണം, അള്ളാന്റെ ഭൂമിയിൽ ജീവിച്ചിട്ട് അവൻ തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് അവന്റെ കൺമുന്നിൽ വെച്ചിട്ട് അള്ളാഹ് കാണുന്ന രൂപത്തിൽ തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്ന മുഅ്മിനെ നമ്മുടെ ഈമാൻ പൂർത്തിയാക്കുക എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. സന്ദർഭത്തിലാണ് നമ്മുടെ മുൻഗാമികൾ എത്രയോ അള്ളാഹുവിനോട് വല്ലാത്ത പ്രണയം വെച്ചിട്ട് അവന്റെ ഇബാദത്തുകൾക്ക് വേണ്ടി മാത്രം ജീവിതം നീക്കിവെച്ച എത്ര മനുഷ്യകളാണ് നമുക്ക് മുന്നിലൂടെ കടന്നുപോയിട്ടുള്ളത്. മഹാനായ താബിഈകളിൽ പ്രശസ്തനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഒരു കുതിരയുടെ ആക്രമണത്തിൽ തന്റെ കാലിനൊരു മുറിവ് സംഭവിച്ചപ്പോ ആധുനിക കാലത്തെ വൈദ്യന്മാരും ഡോക്ടർമാരും എല്ലാവരും വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങളുടെ കാലിനെ മുറിച്ചു മാറ്റണം, നിങ്ങളുടെ കാലവിടെ നിന്ന് മുറിച്ചു മാറ്റണമെങ്കിൽ മാത്രമേ ഇതിനൊരു ശമനമുള്ളൂ, അല്ലെങ്കിൽ ഇതിന്റെ ശരീരത്തിൽ കയറിക്കൊണ്ട് നിങ്ങളുടെ ശരീരം മുഴുവൻ ഈ പഴുപ്പെത്തുമെന്ന് അദ്ദേഹത്തോട് പറയുമ്പോ അവിടെ നിന്ന് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ എന്റെ കാലം മുറിച്ചു മാറ്റിക്കോളും. അങ്ങനെ ആ കാലഘട്ടത്തിൽ കാലം മുറിച്ചു മാറ്റാൻ ഇന്നത്തെ കാലഘട്ടത്തെ പോലെ ആധുനിക ഉപകരണങ്ങളോ പുതിയ ഉപകരണങ്ങളോ സായുധ സാമാജികോ ഒന്നുമില്ലാത്തൊരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കാലം മുറിച്ചു മാറ്റാൻ വേണ്ടി ഈർച്ചവാൾ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കുപ്പി മദ്യം നൽകുകയാണ്. നിങ്ങൾ ഈ മദ്യം കഴിക്കണം, കാരണം നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റുമ്പോൾ അതിന് വല്ലാത്ത വേദനയായിരിക്കും, ആ ഇറച്ചി അറുക്കുന്ന സമയത്ത് വല്ലാത്ത വേദനയായിരിക്കും, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇതൊന്ന് കുടിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഈമാനെ കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇല്ല, നിങ്ങൾ എന്റെ അടുത്ത് നിന്ന് അകന്നു പോകണം. കാരണം ഉർവത്ത് ബിൻ സുബൈറിന്റെ ശരീരത്തിൽ നിന്ന് ഒരവയവം പുറത്തു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊന്ന് ചെറുത് പുറത്തു പോകുന്നുണ്ടോ, ഒരു രോമം കൊഴിയുന്നുണ്ടെങ്കിലും ഹറാമ് തിന്നുകൊണ്ട് ഉർവത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒരു വസ്തുവും പുറത്തു പോവാൻ ഉർവത്തിന് ഇഷ്ടമല്ല എന്ന് അദ്ദേഹം അവിടെ നിന്ന് പറയുകയാണ്. നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മളൊക്കെ നിത്യമായിട്ട് കഴിക്കുന്നത് എന്താണ്, ഓരോ ദിവസവും നമ്മൾ കഴിക്കുന്നത് എന്താണ്, ഹറാമാണോ ഹലാലാണോ എന്ന് ഉറപ്പില്ലാത്ത എത്രയെത്ര ഭക്ഷണങ്ങൾ, എത്രയെത്ര സമ്പത്തുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചെലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള സന്ദർഭങ്ങളെല്ലാം നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നാളെ സഭയിൽ പടച്ച റബ്ബ് നമ്മളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് അള്ളാഹു നിന്നെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യാ അബ്ദി ഹൽ വലമക ഹഖലതി, നിന്റെ നന്മതിന്മകൾ എഴുതാൻ വേണ്ടിയിട്ട്, നിന്റെ നന്മതിന്മകളെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ നിർണയിച്ച എന്റെ മാലാകമാര്, എന്റെ ദാസന്മാര് നിന്നോട് വല്ല തെറ്റും പ്രവർത്തിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്ത് യാ വൈലത്തി, എന്റെ നാശമേ എന്ന് വിളിച്ചുകൊണ്ട് മനുഷ്യൻ പൊട്ടിക്കരയുമെന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കേണ്ടതുണ്ട്. റബ്ബിന് ഇഷ്ടപ്പെട്ട രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മാർഗത്തിലായിട്ട് ജീവിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.